ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി താള് തോരൻ്റെ റെസിപ്പിയാണ്. താളിൻ്റെ കൂടെ ചേമ്പിൻ്റെ ഇലയും യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. ചീരച്ചേമ്പിൻ്റെ താളാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ചേമ്പിലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഇലയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ചേമ്പ് എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഇതിന് കിഴങ്ങുണ്ടാവില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചീര പോലെ തന്നെ നമുക്ക് തോരനുണ്ടാക്കാൻ പറ്റും. അതുപോലെ കറിയും സോപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വൈറ്റമിൻ എ, ബി, സി, പിന്നെ ഫോസ്ഫറസ്, പ്രോട്ടീൻ, അയൺ, കാൽഷ്യം എന്നിവയൊക്കെ ചീരച്ചേമ്പിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പോഷക സമൃദ്ധമായ ചീരച്ചേമ്പ് തോരൻ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. താള് തോരൻ്റെ കൂടെ ചേമ്പിൻ്റെ ഇലയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. 2 വലിയ ഇലകളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചേമ്പിൻ്റെ താളെടുക്കാം. ചേമ്പിൻ്റെ താള് 7 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 4 ചെറിയ ഉള്ളി ഇടാം. പിന്നെ ചേർക്കുന്നത് കാന്താരിയാണ്. 4 ചെറിയ കാന്താരി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കാം. ഒരു 3-4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. വറ്റൽമുളകും ഒന്ന് കുറച്ച് സമയം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിൻ താള് ചേർക്കാം. ചേമ്പിൻ്റെ താള് ഒരു പകുതി വേവാകുമ്പോൾ മാത്രം ഇല ചേർത്താൽ മതി. ചേമ്പിൻ്റെ താള് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ചേമ്പിൻ്റെ താള് ഏകദേശം പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇല ചേർക്കാം. ഇല ചേർത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ അടച്ചു വെച്ചൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ചെമ്പിൻ്റെ താളും ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള താള് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചേമ്പ് താള്. അപ്പോൾ ഈ ചീരച്ചേമ്പ് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.